ഹായ് മക്കളെ, നമസ്കാരം. SSLC പൊതുപരീക്ഷയോട് വല്ലാണ്ട് അടുത്ത് നിൽക്കുന്ന സമയത്ത് കുറേ കുട്ടികൾ വല്ലാണ്ട് ഉത്കണ്ഠയിലാണ്. പല വിഷയങ്ങളും നമ്മൾ എങ്ങനെ അല്ലെങ്കിൽ പല പാഠഭാഗങ്ങൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പാഠഭാഗത്തിൻ്റെ സംഗ്രഹം നമ്മൾ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്, സാർ ഈ പാഠഭാഗത്തിൻ്റെ ആശയം ഒന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് തോന്നുന്നു വാട്സപ്പിൽ നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള പല കുട്ടികളും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സാർ അതൊന്ന് ചുരുക്കി പറഞ്ഞുതരുമോ. ചുരുക്കിയിട്ടുള്ളതും ബൃഹത്തായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കാതെ ആ വീഡിയോസൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് എന്ത് ചെയ്യുക, ഒന്ന് കാണുക, പാഠഭാഗം സെറ്റാക്കി വെക്കുക. മലയാളം പഠിക്കുന്ന സമയത്ത് പാഠഭാഗത്തിൻ്റെ ആശയം നമ്മുടെ മനസ്സിനകത്ത് സെറ്റാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആശയം കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. നമ്മളൊന്ന് വായിച്ചാലോ ഒന്ന് കേട്ട് കഴിഞ്ഞാലോ നമുക്ക് അതിൻ്റെ ആശയം എന്ത് ചെയ്യും, മനസ്സിനകത്തേക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ആദ്യം നമുക്ക് കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്കിനകത്ത് എത്ര പാഠഭാഗങ്ങളാണ് ഏതൊക്കെയാണെന്ന് ആദ്യം എന്ത് ചെയ്യണം, ഓർമ്മയിലേക്ക് വരേണ്ടതുണ്ട്. ഓർമ്മ ഉണ്ടായിരുന്നല്ലോ, യൂണിറ്റ് 1. യൂണിറ്റ് 1 നമുക്ക് 3 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുണ്ടായിരുന്നത്. ലക്ഷ്മണ സാന്ത്വനം, ഋതുയോഗം, പാവങ്ങൾ. ഏതൊക്കെ പാഠഭാഗങ്ങളാണ്? ലക്ഷ്മണ സാന്ത്വനം, ഋതുയോഗം, പാവങ്ങൾ എന്നുള്ള 3 ചാപ്റ്റേഴ്സ് ഇവിടെ പഠിക്കാനുണ്ട്. ഇനി യൂണിറ്റ് 2 കടക്കുന്ന സമയത്ത് വിശ്വരൂപം, പ്രിയദർശനം, കടൽ തീരത്ത്. വിശ്വരൂപം, പ്രിയദർശനം, കടൽ തീരത്ത്. എത്ര ചാപ്റ്റേഴ്സ്? 3 ചാപ്റ്റേഴ്സ്. ഇനി യൂണിറ്റ് 3 പോകുന്ന സമയത്ത് പ്രലോഭനം, യുദ്ധത്തിൻ്റെ പരിണാമം, ആത്മാവിൻ്റെ വെളിപാടുകൾ. ഈ 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു. പ്രലോഭനം, യുദ്ധത്തിൻ്റെ പരിണാമം, ആത്മാവിൻ്റെ വെളിപാടുകൾ. നേരെ യൂണിറ്റ് 4 വരിക. അക്കർമാഷി, ഞാൻ കഥാകാരനായ കഥ, അശ്വമേധം. ഇവിടെ നമുക്ക് എത്രയാണ്? 3 ചാപ്റ്റേഴ്സ്. ഇനി ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ യൂണിറ്റ് 5 നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. യൂണിറ്റ് 5 ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, മൈക്കൽ ആഞ്ചലോ മാപ്പ്. 2 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളൂ. 3 4 3 12 14 ചാപ്റ്ററാണ് നമുക്ക് മൊത്തം പബ്ലിക് എക്സാമിന് പഠിക്കാനുള്ളത്. വളരെ ഈസിയാണ്. 14 നമുക്ക് എന്ത് ചെയ്യാനില്ല, പേടിക്കാനൊന്നുമില്ല. കാരണം ക്രിസ്മസ് പരീക്ഷ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കി പോയിട്ടുണ്ട്. ഏകദേശം അശ്വമേധം വരെ ആ സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉരുളക്കിഴങ്ങ് തിന്നുന്നവരും മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ ഈ 14 ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് മക്കൾ ആദ്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി പാഠഭാഗത്തിൻ്റെ ആശയം. ലക്ഷ്മണ സാന്ത്വനം ആരെഴുതിയതായിരുന്നു? എഴുത്തച്ഛൻ്റെ കൃതിയായിരുന്നു. നമുക്കറിയാം ലക്ഷ്മണനെ രാമൻ എന്ത് ചെയ്യുന്നതാണ്, സാന്ത്വനിപ്പിക്കുന്നതായിരുന്നു. ഋതുയോഗം എന്നുള്ള പാഠഭാഗം നമുക്ക് ഓർമ്മയുണ്ട്. കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിൽ നിന്നെടുത്ത പാഠഭാഗമാണ് നമുക്ക് ഓർമ്മയുണ്ട്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളിൽ നിന്നെടുത്ത് തന്നെയാണ് പാവങ്ങൾ എന്ന് പറയുന്ന നോവൽ ഭാഗം. വിശ്വരൂപം എന്ന് പറയുന്നത് ബലാമണി അമ്മയുടെ കൃതിയാണ്. ഇത് വിശ്വരൂപം എന്ന് പറയുന്നത്. ദെൻ പ്രിയദർശനം എന്ന് പറയുന്നത് ആരുതായിരുന്നു? പ്രിയദർശനം കുമാരനാശാൻ്റെ കവിതയായിരുന്നു. കടൽ തീരത്ത് OV വിജയൻ്റെ കഥയായിരുന്നു. ഓർത്തു വെക്കുക. ഇത് പറയുന്ന സമയത്ത് ആ പാഠഭാഗം ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ? നമ്മുടെ നളിനിയും ദിവാകരും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുന്ന ആ ദർശനം പ്രിയദർശനമാകുന്നതും, മകനെ തൂക്കിക്കൊല്ലാൻ അറിഞ്ഞു പോകുന്ന അച്ഛൻ്റെ കയ്യിലെ ചോറ് ബലിച്ചോറായി കടൽ തീരത്ത് ഉപേക്ഷിക്കപ്പെടുന്ന കഥ പറയുന്ന കടൽ തീരത്ത്. ദെൻ പ്രലോഭനം ഉണ്ണായി വാര്യരുടെ നളചരിത മാട്ടക്കഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമായിരുന്നു. പ്രലോഭിപ്പിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് പ്രലോഭനം. യുദ്ധത്തിൻ്റെ പരിണാമം കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്ന കൃതിയിൽ നിന്നെടുത്ത ഒരു ഭാഗമായിരുന്നു. യുദ്ധം കൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പരാമർശിക്കുന്നത് നമുക്കറിയാം. ദെൻ നെക്സ്റ്റ് ആത്മാവിൻ്റെ വെളിപാടുകൾ. പെരുമ്പടവം ശ്രീധരൻ നമ്മുടെ ഫയദോർ ദസ്തയേവ്സ്കിയെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ നോവലിൽ നിന്നെടുത്ത ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൽ നിന്നെടുത്ത ഭാഗമാണ് ഇത് ആത്മാവിൻ്റെ വെളിപാടുകൾ. എന്താണ് ആത്മാവിൻ്റെ വെളിപാട്? സാഹിത്യരചന തന്നെയാണ്. ദെൻ നെക്സ്റ്റ് സാഹിത്യരചനയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഭാഗമായിരുന്നു യൂണിറ്റ് 4. അത് 1 അക്കർമാഷിയായിരുന്നു. ശരൺകുമാർ ലിംബാളെ തൻ്റെ ജീവിതം തന്നെയാണ് തൻ്റെ സാഹിത്യ സൃഷ്ടിക്ക് കാരണമായി മാറിയത് എന്ന് നമ്മളായിട്ട് പങ്കുവെക്കുന്ന ഭാഗമാണ് ഏത്? അക്കർമാഷി എന്ന പാഠഭാഗം. താൻ കുട്ടിക്കാലത്ത് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവമാണ് തന്നെ ചെറുകഥകൾ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്ന് SK പൊറ്റക്കാട് പറയുന്ന പാഠഭാഗമായിരുന്നു ഞാൻ കഥാകാരനായ കഥ. ഈ കാലഘട്ടത്തിലെ സാഹിത്യം, എല്ലാ കാലഘട്ടത്തിലും സാഹിത്യം നിർവഹിക്കുന്ന ധർമ്മത്തെക്കുറിച്ച് വയലാർ പറഞ്ഞിരിക്കുന്ന ഒരു പാഠഭാഗമായിരുന്നു അശ്വമേധം എന്നുള്ള കവിത. ദെൻ നെക്സ്റ്റ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. ഒരു ചിത്രരചന
ഭാവനയെ അധികരിച്ചുകൊണ്ട് ഒരു കഥ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഒരു ചിത്രത്തെ നോക്കിക്കൊണ്ട് അല്ലേ, ഒരു ചിത്രം വളരെ പ്രശസ്തമായിട്ടുള്ള പൊട്ടാറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തെ അധികരിച്ചുകൊണ്ട് സുഭാഷ് ചന്ദ്രൻ എഴുതിയ ഒരു കഥയാണ് ഇത്, ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. ഒരു പത്രവാർത്ത ഒരു കവിതയ്ക്ക് വിഷയമായി. ONV കുറുപ്പിൻ്റെ ഒരു ദിവസം പത്രത്തിൽ വന്ന വാർത്തയാണ് മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന കവിത എഴുതാൻ ആർക്ക് പ്രേരകമായത്? നമ്മുടെ ONV കുറുപ്പിന് പ്രേരകമായത്. അപ്പോൾ 14 ചാപ്റ്റേഴ്സും ഒറ്റ നോട്ടത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ആശയം പറയുമ്പോൾ നിങ്ങൾക്കത് കത്തിയിട്ടുണ്ടെങ്കിൽ ആ പാഠഭാഗത്തിൻ്റെ ആശയം നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇനി അഥവാ കത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ എന്ത് ചെയ്യണം, ഒന്നുകൂടി കണ്ട് ആ ക്ലാസ് ഒന്നുകൂടി കേട്ട് സെറ്റാക്കി ടെക്സ്റ്റ് ബുക്ക് വായിച്ചെന്ത് ചെയ്യണം, റെഡിയാക്കിയേക്കണം. സെറ്റാണല്ലോ. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് താരതമ്യക്കുറിപ്പാണ്. നമ്മുടെ പ്രലോഭനം എന്ന പാഠഭാഗത്തിലെ കലിയും യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിലെ അശ്വത്ഥാമാവിനും രണ്ടുപേരും പകയുടെ പ്രതിരൂപമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാഠഭാഗത്തിനകത്ത് പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ. ആ സാധനങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് കടന്നു വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രതീക്ഷിക്കണം. രണ്ട് പാഠഭാഗങ്ങളെ താരതമ്യം ചെയ്യാനുള്ള, രണ്ട് പാഠഭാഗങ്ങളിൽ നിന്നുള്ള ആശയങ്ങളെ താരതമ്യം ചെയ്യാനുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് കടന്നു വരും. അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം ഏത് പാഠഭാഗമാണ് തന്നിരിക്കുന്നത്, ആ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട ആശയം നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരം നമ്മൾ എഴുതുക. രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട ആശയം നമ്മൾ എഴുതുക. മൂന്നാമത്തത് നമ്മുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം കൂടി എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം അഭിപ്രായം കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ താരതമ്യക്കുറിപ്പ് എന്ത് ചെയ്തു, തീരുമാനിക്കപ്പെട്ടു. ഉത്തരം 4 മാർക്ക് നമ്മുടെ പേപ്പറിൽ വീണ് കഴിഞ്ഞു. ഈസിയാണ് മക്കളെ, ഒട്ടും ടെൻഷൻ വേണ്ട. ഓക്കെ, ദെൻ നെക്സ്റ്റ് അലങ്കാര ഭംഗി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും, ചമൽക്കാര ഭംഗി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും, കാവ്യഭംഗി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരേ പാറ്റേണിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എന്ത് സാധനത്തെ ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിഭാഷ്പ പരിപാടലം മുഖം പൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമം പോലെ അല്ലേ. അവിടെ ദിവാകരൻ്റെ മുഖത്തിനെയാണ് ആരോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്, നമ്മുടെ 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 അവിടെ ഉദിച്ചു വരുന്ന സൂര്യനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദിവാകരൻ ഒരു സന്യാസിയാണ്, തേജസ്സാർന്ന മുഖമാണ്. അത് കാണിക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഉദയസൂര്യനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. ഇനി ഒരു ലില്ലിപ്പൂവിൽ ശോണരേഖകൾ പോലെ എന്ന് നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിൽ എന്ത്, മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന പാഠഭാഗത്തിൽ യേശുദേവൻ്റെ ശരീരത്തെ എന്ത് ചെയ്യുന്നുണ്ട്, സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. യേശുദേവൻ്റെ ശരീരത്തിൻ്റെ വെണ്മയെ സൂചിപ്പിക്കാനാണ് ലില്ലിപ്പൂവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. യേശുദേവൻ്റെ ശരീരത്തിലേറ്റ ചാട്ടവാറടിയുടെ പാടുകൾ കാണിക്കാനാണ് ലില്ലിപ്പൂവിൻ്റെ മുകളിലുള്ള ചുവന്ന രേഖകളോട് എന്ത് ചെയ്തിരിക്കുന്നത്, സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലങ്കാര ഭംഗി, ചമൽക്കാര ഭംഗി, കാവ്യഭംഗി സെറ്റായി. നമുക്ക് എത്ര കിട്ടി, 4 മാർക്ക് കിട്ടി. എന്ത് പറയാനാണ് കവി വരികൾ ഉപയോഗിച്ചിരിക്കുന്നത്, അത് നമുക്ക് കൂടുതൽ വ്യക്തമാക്കാൻ കവി എന്തൊക്കെയാണ് അവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇത് രണ്ടും നിങ്ങൾ അവിടെ പരാമർശിച്ച് കഴിഞ്ഞാൽ കാര്യം സെറ്റായി. തുടക്കത്തിൽ എഴുത്തുകാരൻ ഇന്ന പാഠഭാഗത്തിലെ ONV കുറിപ്പിൻ്റെ മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന പാഠഭാഗത്തിലെ വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യും, അതിന് മുന്നോടിയായിട്ട് കൂട്ടിച്ചേർത്തിരിക്കും. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് പ്രതികരണക്കുറിപ്പ്. യുദ്ധത്തിൻ്റെ പരിണാമം ഒക്കെ തുടങ്ങിയ മേഖലയിലായിരിക്കും പ്രധാനമായിട്ടും പ്രതികരണക്കുറിപ്പ് ഉണ്ടായിരിക്കുക. കാരണം ഇന്ന് യുദ്ധം വളരെയധികം ശക്തമായി നിലകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളും യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് യുദ്ധത്തിനെതിരെയുള്ള പ്രതികരണക്കുറിപ്പ് നമ്മളോട് തയ്യാറാക്കാൻ ആവശ്യപ്പെടുക. പ്രതികരണക്കുറിപ്പിൻ്റെ സ്ട്രക്ചർ എന്താണെന്നൊന്നും ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട. കൃത്യമായിട്ട് അതിനെതിരെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ, ഇനി അതിന് അനുകൂലമായിട്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കൃത്യമായിട്ട് പാഠഭാഗത്തിലെ ആശയത്തിനെ കൂടി ഉൾപ്പെടുത്തി എന്ത് ചെയ്യുക, നമ്മൾ അവിടെ എഴുതി വെച്ചേക്കുക. ദെൻ സെറ്റ് ആസ്വാദനക്കുറിപ്പ്. ഒരു കഥയോ ഒരു കവിതയോ തന്നിട്ട് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറയുമ്പോൾ എഴുത്തുകാരനെ കുറിച്ച് നമ്മൾ പറയും. കവിതയാണെങ്കിൽ നേരെ കവിതാരൂപത്തിലുള്ള സാധനത്തിന് ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യും, ഗദ്യാരൂപത്തിലേക്ക് മാറ്റും. ദെൻ നെക്സ്റ്റ് അത് വായിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ, ഇഷ്ടപ്പെട്ട വരികൾ, ഇഷ്ടപ്പെട്ട ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, എഴുതി വെക്കുന്ന മൂന്നാമത്തെ പാരഗ്രാഫ് ആസ്വാദനക്കുറിപ്പ് അവിടെയാണ്. ദെൻ 4ാമത്തെ പാരഗ്രാഫിൽ നമ്മുടെ ഒരു കൺക്ലൂഷനും. ഇത്രയും മതി. ആസ്വാദനക്കുറിപ്പിന് 6 മാർക്ക് എന്ത് ചെയ്യും, നമ്മുടെ പേപ്പറിൽ വീണിരിക്കും. ഇനി പ്രഭാഷണം തയ്യാറാക്കുക, പ്രസംഗം തയ്യാറാക്കുക. സാർ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗം തന്നെയാണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ ഒരു പ്രഭാഷണത്തിൻ്റെ, ഒരു പ്രസംഗത്തിൻ്റെ ഘടനയ്ക്ക് എന്തുണ്ട്, 1 മാർക്കുണ്ട്. 4 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നമുക്ക് 3 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുത്തിലൂടെ ഉറപ്പിക്കാം. ഇനി ഘടന കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, 4 മാർക്കും പൂർണ്ണമാക്കി നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രസംഗത്തിലേക്ക് ക്ഷണിക്കല്ല, അവരെ കൂടി പറഞ്ഞുകൊണ്ടായിരിക്കണം. പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ, മറ്റ് അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങാം. ഏറ്റവും അവസാനം
ഇനി ഒരിക്കലും യുദ്ധം നടക്കാത്ത നല്ലൊരു കാലം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥന കൊണ്ടോ ആഹ്വാനം കൊണ്ടോ എന്ത് ചെയ്യുക, നമ്മുടെ ആ പ്രസംഗത്തെ അവസാനിപ്പിക്കുകയും ചെയ്യുക. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്തു, പ്രസംഗത്തിനുള്ള 4 മാർക്കാണെങ്കിൽ 4 മാർക്ക്, 6 മാർക്ക് എന്ത് ചെയ്തു, നമ്മുടെ പേപ്പറിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി വരുന്നത് എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗമാണ്. എന്താണ് എഡിറ്റോറിയൽ? എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ എഡിറ്റർ പേപ്പറിനകത്ത് തയ്യാറാക്കുന്നതാണ് എഡിറ്റോറിയൽ കോളം. അന്ന് വന്ന വാർത്തകളോ അല്ലെങ്കിൽ ആ ആഴ്ചയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട സംഭവത്തിനെയോ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും പത്രത്തിൻ്റെ പത്രാധിപരായിട്ടുള്ള എഡിറ്റർ എന്ത് ചെയ്യുന്നത്, ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. എഡിറ്റർക്ക് പറയാനുള്ള അഭിപ്രായം എന്ത് ചെയ്യും, എഡിറ്റർ ആ ഒരു എഡിറ്റോറിയൽ കോളത്തിനകത്ത് തയ്യാറാക്കും. തലക്കെട്ടുണ്ടായിരിക്കും, ഒരു തലക്കെട്ട് നിങ്ങൾക്ക് തന്നിരിക്കും. അതിൻ്റെ പേരിൽ മുഖപ്രസംഗം തയ്യാറാക്കാൻ പറഞ്ഞാലും എഡിറ്റോറിയൽ കോളം തയ്യാറാക്കാൻ പറഞ്ഞാലും മക്കൾ ഓർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് പറയാനുള്ള വിഷയം നേരെ എന്ത് ചെയ്യുക, സ്വതന്ത്രമായിട്ട് എഴുതാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മലയാളം പരീക്ഷ ഈസിയാണ്. 40 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്ക് ആദ്യം 1 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും 4 എണ്ണം, 2 മാർക്കിൻ്റെ ചോദ്യം വരും 3 എണ്ണം, 4 മാർക്കിൻ്റെ ചോദ്യം വരും 4 അല്ലെങ്കിൽ 5 എണ്ണം, ദെൻ നെക്സ്റ്റ് 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഇത്രയുമാണ് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ. മക്കൾ ഒട്ടും ടെൻഷൻ വേണ്ട. പാഠഭാഗത്തിൻ്റെ ആശയത്തിനെ നിങ്ങൾ ക്ലാസ് കണ്ടെന്ത് ചെയ്യുക, സെറ്റാക്കി വെച്ചേക്കുക. എല്ലാ ചോദ്യങ്ങളും ഈ മാതൃകയിലാണ് ചോദിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ ക്ലാസ്സുകൾ ഇനി ഇങ്ങനെ വരാൻ കിടക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലേക്കും എല്ലാവരും എന്ത് ചെയ്യുക, റെഡി ആയിട്ടിരിക്കുക. പാഠഭാഗത്തിൻ്റെ ആശയം മക്കൾ എന്ത് ചെയ്യുക, സെറ്റാക്കി വെച്ചേക്കുക. വിജയത്തിലേക്ക് നമുക്ക് എളുപ്പമാർഗ്ഗങ്ങളൊന്നുമില്ല. അത് ചിലപ്പോൾ കാഠിന്യമേറിയതായിരിക്കും. ആ കഠിനതയിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട കൈത്താങ്ങായിട്ട് എജുപോർട്ട് കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.